നമസ്കാരം. കർണാടകയിലെ ഭൂമി ഒഴിപ്പിക്കൽ വിവാദം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇടപെടുന്ന തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ് വിമർശനം ഉയർന്നു വന്നത്. സംസ്ഥാന ഭരണത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അമിതമായി ഇടപെടുന്നതായി ആരോപിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ കടുത്ത വിമർശനം വന്നത്. വേണുഗോപാൽ സൂപ്പർ മന്ത്രിയാകാൻ ശ്രമിക്കുന്നു എന്നാണ് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോകയുടെ ആരോപണം. ബംഗളൂരുവിന് സമീപമുള്ള കൊഗിലു ഗ്രാമത്തിലെ ഇടിച്ചു നിരത്തൽ നടപടികളുമായി ബന്ധപ്പെട്ട് വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് നടക്കുന്ന നിർമ്മാണ നീക്കം സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ ആശങ്ക സംസ്ഥാന നേതാക്കൾക്ക് അറിയിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇതിന് പിന്നാലെ ബി.ജെ.പി കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നു. കർണാടകയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ടെങ്കിൽ ഭരണ നടപടികൾക്ക് ഉത്തരവാദിത്വം അവർക്കു തന്നെയാണ്. കർണാടകയുടെ ഭരണകാര്യങ്ങൾ ഇടപെടാൻ കെ.സി. വേണുഗോപാൽ ആരാണ്? അദ്ദേഹം സൂപ്പർ മുഖ്യമന്ത്രിയാണോ എന്നാണ് അശോകയുടെ ചോദ്യം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണമോ ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എന്ന് ചോദിച്ച അദ്ദേഹം, ഇത് ഫെഡറലിസത്തിന്റെ അവഹേളിക്കുന്നതും കർണാടകയുടെ ഭരണാവകാശത്തെ വെല്ലുവിളിക്കുന്നതുമാണ്. കർണാടക രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഒരു കോളനിയല്ല. ഡൽഹിയിലെ പാർട്ടി മാനേജർമാരെ സന്തോഷിപ്പിക്കാനായി സംസ്ഥാനം ആത്മാഭിമാനം അടിയറവ് വെക്കാനാവില്ല. അതേസമയം വിഷയത്തിൽ താൻ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറുമായി കൂടിയാലോചന നടത്തിയതായും കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. ഇടിച്ചു നിരത്തലുകൾ കൂടുതൽ ജാഗ്രതയും മാനുഷികതയും പാലിക്കണമെന്നും നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് കെ.സി. വ്യക്തമാക്കിയിരിക്കുന്നത്. നടപടിക്ക് ഇരയായ കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാനുണ്ട് എന്നും സംസ്ഥാന നേതാക്കൾ അക്കാര്യം ഉറപ്പു നൽകണമെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. ഭൂമി ഒഴിപ്പിക്കൽ നടപടി മനുഷ്യജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സംവാദം ശക്തമാകുമ്പോൾ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കം കൂടി തുടങ്ങുകയാണ്. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ മാക്സിമം മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. എന്നാൽ ബി.ജെ.പി അത് ഒട്ടു വിട്ടുകൊടുക്കുകയില്ല. എന്തായാലും കാത്തിരുന്ന് കർണാടക രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം.